ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് മാത്തമാറ്റിക്സിൽ അഡ്വാൻസിൻ്റെ 2 ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് നോക്കാം. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നാണ്. കുറച്ച് വർഷങ്ങളായിട്ട് അത്ര ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. 2016 ചോദിച്ച അഡ്വാൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ ഡിബേറ്റ് ക്ലബ് കൺസിസ്റ്റ് ഓഫ് 6 ഗേൾസ് ആൻഡ് 4 ബോയ്സ്. A team of 4 members is to be selected from this club, including the selection of a captain from among these 4 members for the team. If the team has to include at most 1 boy, then the number of ways of selecting the team is. ഇതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് 6 ഗേൾസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ 4 ബോയ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 4 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം, ഒരു ക്ലബ് ഉണ്ടാക്കണം. 4 പേര് അതിലുണ്ടാവാൻ പാടുള്ളൂ. അതിൽ പക്ഷെ പറയുന്നത് അറ്റ് മോസ്റ്റ് 1 ബോയ്. അറ്റ് മോസ്റ്റ് 1 ബോയ് എന്ന് പറയുമ്പോൾ 2 കേസ് വരാം. കേസ് 1 0 ബോയ് വരാം, 4 ഗേൾസ് വരാം. അറ്റ്മോസ്റ്റിന്റെ മീനിങ് അതാണ്, മാക്സിമം ഒരു ആൺകുട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ 0 ആൺകുട്ടി വരാം. അപ്പോൾ 4 പേരിൽ 4 പേരും ഗേൾസ് ആയിരിക്കണം. ഇതാണ് ഒരു കേസ്. കേസ് 2 എന്ന് പറയുമ്പോൾ ഒരു ബോയ് വരാം, അപ്പോൾ 3 ഗേൾസും വരാം. 4 പേരെ ആകെ വരാൻ പാടുള്ളൂ. ആദ്യത്തിൽ 0 ബോയ്, പക്ഷെ ക്ലബിൽ 4 പേര് വേണം. അപ്പോൾ 4 ഗേൾസ് ആയിരിക്കും. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി, അപ്പോൾ 3 ഗേൾസ്, മൊത്തം 4 പേരാവണം. ഇനി ഇതിൽ തന്നെയാണ് ക്യാപ്റ്റനും ഉള്ളത്. ഒരു ക്യാപ്റ്റനെയും സെലക്ട് ചെയ്യണം നമുക്ക്. ക്യാപ്റ്റനെ നമുക്ക് വേറെ സെലക്ട് ചെയ്യണ്ട. നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന 4 പേരിൽ നിന്നാണ് ക്യാപ്റ്റനെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം ഇതെത്രയാണെന്ന് നോക്കാം. 0 ബോയ് എന്ന് പറയുമ്പോൾ 4 ബോയ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ 0 ബോയ്സ് എന്ന് പറയുമ്പോൾ 4C നോട്ടാണ് ഇൻറ്റു 4 ഗേൾസ്. ആകെ 6 ഗേൾസ് ആണ്. 4 ഗേൾസിന് നമുക്ക് 6C4 വേസിൽ സെലക്ട് ചെയ്യാം. 6C4 വേസിൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പ്ലസ് ഇട്ടാൽ മതി, ഓർ പ്ലസ് ഇട്ടാൽ മതി. ഒരു ബോയ്, 4 ബോയാണ് ആകെ ഉള്ളത്. ഒരു ബോയ് 4C1 ഇൻറ്റു 3 ഗേൾസ്, ദാറ്റ് ഈസ് 6C3. കഴിഞ്ഞില്ല. ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താ? ഈ 2 കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 4 പേരെ സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ ഒരു ക്യാപ്റ്റനെയും സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 4 പേരെ സെലക്ട് ചെയ്യുന്ന സംഭവമാണ് ഈ എഴുതിയിരിക്കുന്നത്. 2 കേസായിട്ട് 0 ബോയ് 4 ഗേൾസ്, 1 ബോയ് 3 ഗേൾസ്. ഈ 4, അപ്പൊ ഇത് മൊത്തം 4 പേരാണ്. ഇത് നമ്മൾ 4 പേരുടെ കേസാണ് ഈ കിട്ടിയിരിക്കുന്നത്. അതിൽ ഒരു ക്യാപ്റ്റനെയും കൂടി സെലക്ട് ചെയ്യണം. ഒരു ക്യാപ്റ്റൻ മതി. 4 പേരിൽ നിന്ന് ഒരു ക്യാപ്റ്റൻ. എല്ലാം സൈമൾട്ടേനിയസ് ആണ് അല്ലേ? അപ്പോൾ ഇത് 2 കേസാണ്. സൈമൾട്ടേനിയസ് ആയിട്ട് ക്യാപ്റ്റനെയും സെലക്ട് ചെയ്യണം. 4C1. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. ഇതാണ് അതിന്റെ മെത്തേഡ്. ദിസ് ഈസ് ഈക്വൽ ടു 4C നോട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. 6C4 എന്ന് പറഞ്ഞാൽ 6C2 ആണ്. അത് 15 വരും. അപ്പോൾ 15 വരും. 6C4 എന്ന് പറഞ്ഞാൽ 6C2 ആണ്. 6 × 5/1 × 2 15 വരും. പ്ലസ് 4C1 4 ആണ്. 6C3 20 വരും. 6C3 6 × 5 × 4/1 × 2 × 3 ക്യാൻസൽ 20 വരും. 20 into 4C1 is 4. That is 80 plus 95 into 4.
95 into 4. 95 into 4 is 380. 380 is the answer. അഡ്വാൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് 380. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാനുള്ളൊരു ടൈപ്പാണത്. കാരണം ഇത്തരം കേസസ് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. ഭയങ്കര ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് കുറച്ച് നാളുകളായിട്ട് ചോദിക്കാറില്ല. അപ്പോൾ ഇത് ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 6 കാർഡ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. റിപ്പീറ്റഡ് ടൈപ്പാണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട്, എക്സാക്റ്റ് അല്ല, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചോദിച്ചാണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻസിനും അതേ മെയിൻസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. 6 cards and 6 envelopes are numbered 1, 2, 3, 4, 5, 6 and cards are to be placed in envelopes so that each envelope contains exactly 1 card and no card is placed in the envelope bearing the same number, and moreover the card numbered 1 is always placed in the envelope numbered 2, then the number of ways it can be done is. Okay, ഇവിടെ 6 കാർഡ് ഉണ്ട്, 6 എൻവലപ്പ് ഉണ്ട്. എൻവലപ്പ് അതിൽ ഒരു പർട്ടിക്കുലർ കാർഡ് നമ്പർ 1 ചെയ്തിരിക്കുന്ന കാർഡ് നമ്പർ 2 ചെയ്തിരിക്കുന്ന എൻവലപ്പിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് കണ്ടെയ്ൻ ചെയ്തിരിക്കണം, ഓൾറെഡി അത് ഫിക്സ്ഡ് ആണത്. അപ്പോൾ അതിന് മാത്രം ഒരു സെലക്ഷനും ഇല്ല. കണ്ടീഷൻ, അതാണ് കോൺസെപ്റ്റ്. കണ്ടീഷൻ ഉള്ളവരെ നമ്മൾ അവോയ്ഡ് ചെയ്യാം, അവരങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ അവരുടെ ആവശ്യം നമുക്കില്ല. കാരണം ദ കാർഡ് നമ്പേർഡ് 1 ഈസ് ഓൾവേസ് പ്ലേസ്ഡ് ഇൻ എൻവലപ്പ് നമ്പേർഡ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഫിക്സ്ഡ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെ നമുക്കത് മാറ്റി വെക്കാം. ബാക്കി 5 കാർഡും 5 എൻവലപ്പിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ എൻവലപ്പ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി 1 കാർഡ് ആൻഡ് നോ കാർഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ എൻവലപ്പ് ബിയറിംഗ് ദ സെയിം. അതായത് സെയിം നമ്പർ കാർഡ് അതേ നമ്പറുള്ള എൻവലപ്പിലേക്ക് പോകാത്ത എത്ര കേസ് വരും. ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എൻ ഫാക്ടോറിയൽ മൈനസ് ജനറൽ ഫോർമുല n factorial minus n minus 1 c1 നമുക്കത് പ്രോബ്ലം ആയിട്ട് തന്നെ പറയാം. പ്രോബ്ലത്തിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നന്നായിട്ട്. അപ്പോൾ ടോട്ടൽ കേസസ് എന്ന് പറയുമ്പോൾ, കാരണം ഒരു കാർഡും ഒരു എൻവലപ്പും പോയി, ഇനി നമുക്ക് എന്തുണ്ട്? 5 കാർഡും 5 എൻവലപ്പും ഉണ്ട്. അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെന്റ്. അപ്പോൾ ഈ 5 കാർഡ് 5 എൻവലപ്പിലേക്ക് നമുക്ക് എത്ര രീതി പോകാൻ പറ്റും? 5 ഫാക്ടോറിയൽ ബേസിൽ പോകാൻ പറ്റും. 5 കാർഡുണ്ട്, കാരണം ഈ 6 കാർഡും 6 എൻവലപ്പും ഉണ്ട്. പക്ഷെ അതിൽ ഒരു കാർഡ് നമ്പേർഡ് 1 ഈസ് എവിടെയാണ്? കണ്ടെയ്ൻസ് എൻവലപ്പ് 2. അപ്പം അത് നമുക്കിനി കൺസിഡർ ചെയ്യണ്ട. അതിന് 6 കാർഡിൽ നിന്ന് ആ ഒരു കാർഡും ഒരു എൻവലപ്പും നമ്മൾ മാറ്റി. ഇനിയുള്ളത് 5 കാർഡും 5 എൻവലപ്പുമാണ്. അപ്പോൾ 5 ഫാക്ടോറിയൽ മൈനസ്. അപ്പോൾ ടോട്ടൽ കേസാണ് 5. 5 ഫാക്ടോറിയൽ ആരൊക്കെ വരും? സെയിം നമ്പർ പോകുന്ന കേസുകളും, അതായത് സെയിം കാർഡ് നമ്പർ 1 എൻവലപ്പ് നമ്പർ 1ലേക്ക് പോകും, കാർഡ് നമ്പർ 2 എൻവലപ്പ് നമ്പർ 2, അത്തരം അങ്ങനത്തെ കേസും അല്ലാത്ത കേസും എല്ലാം കൂടി ചേർന്നാണ് 5 ഫാക്ടോറിയൽ. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് എക്സാക്ട്ലി 1 കാർഡ്, നോ കാർഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ എൻവലപ്പ് ബിയറിംഗ് ദ സെയിം നമ്പർ. അപ്പോൾ നമുക്ക് സെയിം, അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. 5 ടോട്ടൽ കേസിൽ നിന്ന് ബാക്കിയുള്ളത് സബ്ട്രാക്ട് ചെയ്യാം. ബാക്കിയുള്ളത് മീൻസ് the card is placed in the envelope bearing the same number. അത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം ആ ഭാഗം. അപ്പോൾ അത് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നോ കാർഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ എൻവലപ്പ് ബിയറിംഗ് ദ സെയിം നമ്പർ
പ്ലസ് കാർഡ് ഈസ് സ്പേസ്ഡ് ഇൻ ദ എൻവലപ്പ് ബിയറിംഗ് ദ സെയിം നമ്പർ ആണ്. അത് നമുക്ക് വേണ്ടത് നോ കാർഡ് ആണ്. നോ കാർഡ് ഈസ് സ്പേസ്ഡ് ഇൻ ദ എൻവലപ്പ് ബിയറിംഗ് ദ സെയിം നമ്പർ. അപ്പോൾ കാർഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ എൻവലപ്പ് ബിയറിംഗ് ദ സെയിം നമ്പർ, അത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അത് അപ്പോൾ 5 ഫാക്ടോറിയൽ മൈനസ് അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് n-1 ആണ്. അപ്പോൾ 4 n-1 അതൊരു ഫോർമുലയാണ്. ഫോർമുല പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എന്നാണ് പറയുന്നത്. 4c1 ഇൻറ്റു 4 ഫാക്ടോറിയൽ. ആദ്യത്തെ ടേം പ്ലസ് ആയിരിക്കും, പിന്നെ മൈനസ് വരും. 4c2 ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഫസ്റ്റ് ടൈം 4c1 ഇൻറ്റു 4 ഫാക്ടോറിയൽ, ദെൻ മൈനസ് 4c2 3 ഫാക്ടോറിയൽ. അടുത്തത് പ്ലസ് ആയിരിക്കും. പ്ലസ് 4c3 ഇൻറ്റു 2 ഫാക്ടോറിയൽ മൈനസ്. അപ്പോൾ പ്ലസ് മൈനസ് പ്ലസ് ഒരെണ്ണം കൂടി വരും. 4c4 ഇൻറ്റു 1 ഫാക്ടോറിയൽ. അപ്പോൾ ഇത് ടോട്ടൽ കേസാണ്. ടോട്ടൽ കേസിൽ നിന്ന് എല്ലാ കാർഡും സെയിം നമ്പറിലേക്ക് പോകുന്നതും അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 4c1 അതാണ് ഈ കേസ്. 4c1 ഇൻറ്റു 4 ഫാക്ടോറിയൽ മൈനസ് 4c2 ഇൻറ്റു 3 ഫാക്ടോറിയൽ പ്ലസ് 4c3 ഇൻറ്റു 2 ഫാക്ടോറിയൽ മൈനസ് 4c4 ഇൻറ്റു 1 ഫാക്ടോറിയൽ. അപ്പോൾ ടോട്ടൽ കേസിൽ നിന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് കിട്ടിയ കോൺസെപ്റ്റ്. ടോട്ടൽ കേസിൽ നിന്ന് ഈ കേസ് മാറ്റിയാൽ നമുക്ക് കിട്ടും നോ കാർഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ എൻവലപ്പ് ബിയറിംഗ് ദ സെയിം നമ്പർ. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യാം. 5 ഫാക്ടോറിയൽ എത്രയാ? 120 ആണ്. മൈനസ് 4c1 4 ആണ്, 24 മൈനസ് 4c2 6 ഇൻറ്റു 6 4 ഇൻറ്റു 2 മൈനസ് 1. സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 മൈനസ് 96 മൈനസ് 36 പ്ലസ് 8 മൈനസ് 1. That is equal to 53. 53 is the answer. 53. അപ്പോൾ നമ്മൾ JEE അഡ്വാൻസ് 2 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്തത്. ഇത് 2014 ക്വസ്റ്റ്യൻ ആണ്, മറ്റൊന്ന് 2016 ക്വസ്റ്റ്യൻ. ഇത് വളരെ ഈസി ആയിരുന്നു. ഇത് നിങ്ങൾ ഈസി തന്നെയാണ്, പക്ഷെ ഈ ഒരു ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഫോർമുലയ്ക്ക് പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. അതാണ് ഈ ഫോർമുല. ഓക്കെ, ഇൻക്ലൂഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. ഈ ഫോർമുല അറിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്, ഈസി ആയിട്ട് കിട്ടും. പഠിച്ചു വെച്ചോളാം. ഇനിയും പ്രതീക്ഷിക്കാം ഈ കോൺസെപ്റ്റ് ഒക്കെ ഇനിയും ചോദിക്കാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കൊണ്ട് എക്സാക്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വ്യത്യാസങ്ങളൊക്കെ അവർ വരുത്തും. ഓക്കെ, താങ്ക് യു.